ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ കേക്കിലേക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള ഒരു ക്രീമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ട് ചെയ്തിട്ടുള്ള ഒരു ക്രീമാണ്. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്ന പോലെ തന്നെ ഇത് ബീറ്റ് ചെയ്തെടുത്താൽ അതുപോലെ സ്റ്റിഫായിട്ട് കിട്ടുകയും ചെയ്യും. അതുപോലെ നമ്മൾ അത് വെച്ചിട്ട് ചെയ്യുന്ന ഡിസൈനുകളൊക്കെ ഈ ഒരു ക്രീം വെച്ചിട്ട് ചെയ്തെടുക്കാനും പറ്റും. പക്ഷേ വിപ്പിംഗ് ക്രീമിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും എന്നൊന്നും ഞാൻ പറയുന്നില്ല കേട്ടോ. ഓരോ ക്രീമിനും ഓരോ ടേസ്റ്റ് ആയിരിക്കും. ഈ ഒരു ക്രീമിന് ഇതിൻ്റേതായിട്ടുള്ള ഒരു ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കുക എന്നുള്ളതൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇത് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇതുപോലൊരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 2 മുട്ടയാണ് ഞാൻ എടുക്കുന്നത്. ഈ മുട്ടയുടെ വെള്ള ഒന്ന് ഈ ഒരു ബൗളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മുട്ടയുടെ മഞ്ഞ ഒട്ടും പെടാതെ ഇതുപോലെ വേർതിരിച്ച് വെക്കണം. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. 2 മുട്ടയുടെ വെള്ളയിലേക്ക് 1/2 കപ്പ് പഞ്ചസാരയാണ് നമുക്ക് വേണ്ടത്. പിന്നെ നമുക്കിതിലേക്ക് 1/2 ടീസ്പൂണ് നാരങ്ങ നീരും കൂടെ വേണം. അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി സ്റ്റൗ കത്തിച്ചിട്ട് ഇതുപോലെ ഒരു പാത്രത്തിൽ വെള്ളം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് ചൂടായിട്ട് വരട്ടെ. അപ്പോൾ നമ്മുടെ വെള്ളം ചൂടായി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ ഈ ഒരു ബൗൾ വെച്ച് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒന്ന് ഡബിൾ ബോയിലിംഗ് രീതിയിൽ ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുക എന്ന് പറഞ്ഞാൽ ഒരുപാട് സമയം വെക്കണ്ട. നമ്മൾ ഈ പഞ്ചസാര ഒന്ന് മെൽറ്റായി കിട്ടിയാൽ മതി. അപ്പോൾ ഈ 2 മുട്ടയുടെ വെള്ളയിൽ 1/2 കപ്പ് പഞ്ചസാര മെൽറ്റായി കിട്ടാൻ കുറച്ച് സമയം എടുക്കും കേട്ടോ. ഏകദേശം ഒരു 7 മിനിറ്റ് ഒക്കെ വെച്ചിട്ടാണ് ഞാനിതൊന്ന് മെൽറ്റാക്കി എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പോൾ പഞ്ചസാര ഫുള്ളായിട്ട് മെൽറ്റായി കഴിഞ്ഞാൽ ചെറുതായിട്ടൊരു ഒട്ടുന്ന ഒരു പരുവത്തിൽ വരും കേട്ടോ ഇത്. അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഇതുപോലെ സ്പൂണും കൊണ്ട് ഒന്ന് എടുത്ത് നോക്കുക. അടിയിലൂടെ ഒന്ന് കോരി നോക്കിയാൽ നമുക്ക് പഞ്ചസാരയുടെ തരി സ്പൂണിലുണ്ടെങ്കിൽ ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇളക്കി കൊടുത്ത് പഞ്ചസാരയുടെ തരി കാണാത്ത വിധത്തിലാവുന്ന സമയത്ത് നമുക്കിത് എടുത്താൽ മതി. ഇപ്പോൾ ഞാനിത് ഇളക്കി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 4 മിനിറ്റ് ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇപ്പോഴും മെൽറ്റായി വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇത് എടുത്ത് നോക്കുമ്പോൾ അതിൽ തരിയുണ്ട് കുറേശ്ശെ. അപ്പോൾ നമുക്ക് കുറച്ച് സമയം കൂടെ വെക്കാം. ഇപ്പോൾ സ്പൂണിൽ കോരി നോക്കിയപ്പോൾ ഒട്ടും പഞ്ചസാരൻ്റെ തരിയൊന്നുമില്ല. അതുപോലെ തന്നെ കുറച്ചൊന്ന് സ്റ്റിക്കായി വന്നിട്ടുണ്ട്. പിന്നെ നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ ഒരു മുട്ടയുടെ മിക്സ് ഒന്ന് വെന്ത് വന്നപ്പോൾ മുട്ടയുടെ വെള്ളം ഒന്ന് ചൂടായി വന്നപ്പോൾ നന്നായിട്ടൊന്ന് പതഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എടുത്ത് മാറ്റിയിട്ട് നമുക്കിതൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ചൂടാറാനൊന്നും വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു സമയത്ത് തന്നെ നമുക്കിത് ബീറ്റ് ചെയ്തെടുക്കാം. ഇത് നമ്മുടെ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുക്കുന്നതിനേക്കാളും കുറച്ചും കൂടെ കൂടുതൽ സമയം എടുത്തിട്ട് വേണം കേട്ടോ ബീറ്റ് ചെയ്തെടുക്കാൻ. എന്നാലേ ഇത് നന്നായിട്ട് അതുപോലെ സ്റ്റിഫായിട്ട് കിട്ടുള്ളൂ. ഇപ്പോൾ ഏകദേശം നന്നായിട്ടൊന്ന് കട്ടിയായി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു 1/4 ടീസ്പൂണ് വാനില എസൻസും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ കുറച്ച് കൂടുതൽ സമയം കൂടെ ബീറ്റ് ചെയ്തെടുത്തപ്പോൾ നമ്മുടെ ക്രീം നന്നായിട്ട് സ്റ്റിഫായി വന്നിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ള ആ ഒരു ടെക്സ്ചറിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അതുപോലെ തന്നെ സ്റ്റിഫായിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പൈപ്പിംഗ് ബാഗിലാക്കിയിട്ട് ഒന്ന് ഡിസൈനൊക്കെ ഒന്ന് വരച്ച് നോക്കാം. അപ്പോൾ നമുക്കൊരു റോസറ്റ നോസിൽ വെച്ചിട്ടൊന്ന് വരച്ച് നോക്കാം. കണ്ടല്ലോ, നമ്മൾ വിപ്പിംഗ് ക്രീമൊക്കെ വെച്ചിട്ട് വരക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, അതുപോലെ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൊണ്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇനി മറ്റൊരു നല്ല റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.